ഹലോ ഗൈസ്, അപ്പോൾ കിയാര ബാപ്റ്റിസം പാർട്ട് 2 കണ്ടാലോ. പാർട്ട് 1 നമ്മളുടെ പള്ളിയിൽ വെച്ചുള്ള എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് പള്ളിയുടെ തന്നെ പാരിഷ് ഹോളിൽ വെച്ചായിരുന്നു പരിപാടി. വൈറ്റ് പിങ്ക് തീമിലായിരുന്നു നമ്മളുടെ ഡെക്കോറെല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ കപ്പ് കേക്കും എല്ലാം കിരണിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫായിരുന്നു ഡെക്കോർ ചെയ്തത്, നല്ലതായിരുന്നു. പിന്നെ ഗസ്റ്റിനുള്ള കേക്കും വൈനും സ്പോൺസർ ചെയ്യേണ്ടത് ഗോഡ് ഫാദറും ഗോഡ് മദറുമാണ്. പൊതുവെ അങ്ങനെയാണ്. ഈ പ്രാവശ്യം CA ചേച്ചിയും രഞ്ജിത്തേട്ടനാണ് ഈ കേക്കും വൈനും സ്പോൺസർ ചെയ്തത്. വൈൻ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതിന് എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പായുടെ എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിനിടയ്ക്ക് ആരൊക്കെയോ വൈൻ കുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളെല്ലാവരും അധികം കുഴപ്പമില്ലാത്ത കാരണം അങ്ങോട്ട് കണ്ണടച്ചു. പിന്നെ എല്ലാവരും ചിയേഴ്സൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് കേക്കും വൈനും എൻജോയ് ചെയ്തു. സൂപ്പർ കേക്കായിരുന്നു. എല്ലാവരും നല്ല കോംപ്ലിമെൻ്ററി ആയിരുന്നു കേക്കിനും വൈനും തന്നെ, എക്സ്പെഷ്യലി വൈൻ. ക്രിസ്മസിന് എന്തായാലും ഈ വൈൻ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ CA ചേച്ചിയും രഞ്ജിത്തേട്ടനും എല്ലാവർക്കും കേക്കും വൈനും സപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മെയിൻ ഫംഗ്ഷനായിട്ടുള്ള കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് നമ്മൾ കയറുകയായിരുന്നു. കേക്ക് കട്ടിങ് സെറിമണി, ക്യാൻഡിൽ ലൈറ്റിനിങ് സെറിമണി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. CA ചേച്ചിയും രഞ്ജിത്തേട്ടനും കിയാരയാണ് മെയിൻ അട്രാക്ഷൻ ഓഫ് ദി ഫംഗ്ഷൻ എന്നറിയാലോ. അപ്പോൾ അവരാണ് കേക്ക് കട്ട് ചെയ്തത്. നമ്മളെല്ലാവരും സൈഡിൽ കുറച്ച് ഫോട്ടോസിന് വേണ്ടി നല്ല രീതിക്ക് എക്സ്പ്രഷനൊക്കെ ഇട്ട് നിന്നു കൊടുത്തു. പിന്നെ ഈ വീഡിയോയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ കിയാര ബേബി ഈ വീഡിയോസിലെല്ലാം ഈ ഫംഗ്ഷൻ നല്ല രീതിക്ക് നമ്മളോട് സഹകരിച്ചു. കാരണം അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നറിയാം. അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അവൾ കാണിച്ചെങ്കിലും പക്ഷെ അവൾ അധികം കരയാതെയോ എല്ലാ ഫോട്ടോസിനെല്ലാം നല്ല രീതിക്ക് പോസൊക്കെ ചെയ്തതെന്ന് നമ്മളോട് നല്ല രീതിക്ക് സഹകരിച്ചു. പിന്നെ ഈ ഫംഗ്ഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട കുറേ പേര് കുറേ ദൂര സ്ഥലങ്ങളിലായിരുന്നു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അവരുടെ മിസ്സിങ് തന്നെയാണ്. പക്ഷെ നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷെ അവരില്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം നമ്മൾക്കുണ്ട്. പിന്നെ ഫുഡ് നല്ല കൊച്ചി സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. അത് നല്ല മട്ടൻ ബിരിയാണി നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു. എത്ര പ്ലേറ്റ് കഴിച്ചെന്ന് അറിയില്ല, പക്ഷെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ ഈ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട അത്രയും പ്രിയപ്പെട്ടവർ മാത്രം അറ്റൻഡ് ചെയ്തൊരു ഫംഗ്ഷനാണ്. അതുകാരണം തന്നെ നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അപ്പോൾ ഫോട്ടോസ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത്രയുള്ളൂ. ബൈ.